കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സങ്കടകരമായ കാഴ്ചയാണത്, വൈകാരികമായ രംഗങ്ങളാണത്. പൊതുദർശനത്തിന് ശേഷം രാവിലെ 11 മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക. മൃതദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരയുന്ന മകനെയും ഭർത്താവിനെയും മകളെയും നമുക്ക് കാണാൻ കഴിയും. അമ്മയുടെ ദൃശ്യങ്ങളാണത്. ആ നാടിന് താങ്ങാൻ കഴിയുന്നതല്ല, ആ വീടിന് താങ്ങാൻ കഴിയുന്നതല്ല ആ സങ്കട വാർത്ത. അനാസ്ഥയുടെ ഇരയായി മാറുകയാണ് ആ ബിന്ദു എന്ന സ്ത്രീ. കെടുകാര്യസ്ഥതയുടെ ഇരയായി മാറുകയാണ്, നാടിൻ്റെ നോവായി മാറുകയാണ് അവർ. ആ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നുള്ള, ആ 2 മുറി വീട്ടിൽ നിന്നുള്ള, പണി പൂർത്തിയാവാത്ത ആ വീട്ടിൽ നിന്നുള്ള വളരെ സങ്കടകരമായ വൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. മകൻ, അതുപോലെ മകൾ, ഇപ്പോഴത്തെ അമ്മയുടെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ആ കുടുംബത്തിൻ്റെ അത്താണിയായി നിന്ന്, ആ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനിയായി നിന്ന് ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നു. അപ്രതീക്ഷിതമായി ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നു. അത് ആ വീടിനോ നാടിനോ താങ്ങാൻ കഴിയുന്നതല്ല.